ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിൻ്റെ തുടക്കം മോശമല്ലാത്ത ഒരു രീതിയിലായിരുന്നെങ്കിലും തുടക്കത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹൈ നിലനിർത്താൻ മാർക്കറ്റിന് സാധിച്ചില്ല. ഒരിക്കൽ പോലും ആ ലെവലിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഒരു 112 പോയിന്റിൻ്റെ ഒരു ഇടിവിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിയേഴ്സിൻ്റെ ആധിപത്യം മാർക്കറ്റിൽ വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ഇന്നലെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നതും മോശമായ ഗ്ലോബൽ ക്യൂസും കാരണം എക്സ്പയറി ഡേ ഡൈനാമിക്സിൽ 24,500 24,550 ലെവലുകളിൽ വൻതോതിലുള്ള കോൾ റേറ്റിംഗ് ആഡ് ചെയ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് കൂടുതൽ താഴോട്ടേക്ക് പോവുകയും ഒടുവിൽ 24,500 എന്ന ലെവലിലേക്ക് തിരിച്ചെത്താനാവാതെ 24,450-70 എന്നുള്ള ആ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഫൈനലായിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോ ആയിട്ടുള്ള 24,429 എന്നുള്ള ആ ഒരു ലെവല് ടച്ച് ചെയ്ത ശേഷം ചെറിയൊരു ഷോർട്ട് കവറിംഗ് പുൾ ബാക്ക് ഉണ്ടായെങ്കിലും ഇന്നത്തെ എക്സ്പയറി ഡേയിലെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ 24,550 24,600 ലെവലുകളിൽ നേരിട്ട കടുത്ത റെസിസ്റ്റൻസും കാരണമാണ് മാർക്കറ്റിൽ നിന്ന് പിടിച്ചു നിൽക്കാനാവാതെ താഴോട്ടേക്ക് പോയിട്ട് വന്നത്. ഇപ്പോൾ ഈ 24,400 എന്നുള്ള ലെവല് മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ഉറ്റുനോക്കേണ്ടത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രണ്ട് ക്രൂഡിൻ്റെ വില പെർ ബാരലിന് $88-89 വരെ ഉയർന്നത് അത് മൊത്തത്തിൽ മാർക്കറ്റിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആ ഒരു ടെൻഷൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീസ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അൺസർട്ടനിറ്റി, അതേപോലെ US ഇറാൻ ചർച്ചകളിലുള്ള ആ ഒരു അവ്യക്തത, ഇതൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു നിൽക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ക്രൂഡ് ഓയിൽ ഈ രീതിയിൽ 90 ലെവലിലേക്ക് വീണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഇമ്പോർട്ട് എക്സ്പെൻസ് വർദ്ധിക്കും, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വർദ്ധിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ US മാർക്കറ്റിൽ ഡൗ ജോൺസും നാസ്ഡാക്കും S&P 500 ഒക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരുന്ന US ട്രഷറി ബോണ്ട് ഈൽഡ് വീണ്ടും ഉയർന്നിട്ട് പഴയ ലെവലിലേക്ക് പോയതും മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ കോഷ്യസ് നിലപാടുകൾ എടുക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. കൂടാതെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ്, ചൈനയുടെ ഷാങ്ഹായ് കോംപോസിറ്റ് തുടങ്ങിയ ഏഷ്യൻ ഇൻഡെക്സുകളൊക്കെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ജപ്പാൻ മാർക്കറ്റ് അവധിയായിരുന്നു. കോസ്പി നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. കൂടാതെ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി 95.4 എന്ന ലെവലിലേക്ക് അതിൻ്റെ വാല്യൂ താഴോട്ടേക്ക് പോയതും സ്വാഭാവികമായിട്ട് FIAസിൻ്റെ ഫണ്ട് ഫ്ലോയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഒരു ആശങ്കയും മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ലെവലിലുള്ള ഈ ഒരു അൺസർട്ടനിറ്റി കാരണം കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഗോൾഡിലേക്ക് പണം മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിലവിലുള്ള ഒരു പ്രൈസ് പെർ ഔൺസ് $4,371 എന്ന ലെവലിൽ ശക്തമായിട്ട് തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ 45% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 50% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് ഇന്ന് മാർക്കറ്റിൽ കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്. ബ്രോഡ് മാർക്കറ്റിൽ എടുത്തു പറയത്തക്ക വലിയ മുന്നേറ്റം പല ഇൻഡെക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 500-ൽ ചില സ്റ്റോക്കുകൾ നല്ല മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അതിൽ ഫിനോലെക്സ് ക്യാബിൾസ്, ചെന്നൈ പെട്രോ, MRPL, ഗ്ലാൻഡ് ഫാർമ, അമരരാജ ബാറ്ററി, സഫയർ ഫുഡ്സ്, സൈഡസ് ലൈഫ് സയൻസ്, അതുപോലെ പോളിസി ബസാർ, ഈ സ്റ്റോക്കുകളിലൊക്കെ ഏകദേശം 6% മുതൽ 10% വരെയുള്ള മുന്നേറ്റം നമുക്ക് ആ ഒരു റേഞ്ചിൽ കാണാൻ കഴിയും. ഇന്ന് ഫാർമ IT സെക്ടറുകളിലാണ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് കാണാൻ കഴിയുന്നത് നമുക്കറിയാം, ഈ രണ്ട് സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെയും പ്രധാനപ്പെട്ട ബിസിനസ് ഡെസ്റ്റിനേഷൻ US മാർക്കറ്റാണ്. അപ്പോൾ രൂപയുടെ മൂല്യം താഴുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡോളർ ഏൺ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കാം ഈ രണ്ട് ഇൻഡെക്സുകളിൽ മാത്രം കാര്യമായ മുന്നേറ്റം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡെക്സുകളൊക്കെ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് നേരിട്ടപ്പോൾ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ്സിൻ്റെ ആ ഒരു ഇൻഡെക്സ് ഏകദേശം ഒരു 0.8% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ പ്രധാനമായിട്ടും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളുമാണുള്ളത്. അപ്പോൾ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ പുറത്തുവിട്ട 2026 ജൂലൈ മാസത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം SIP ഇൻഫ്ലോയിൽ കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും ഉയർന്ന ഒരു ഫിഗറാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ജൂലൈ മാസത്തെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയുള്ള നിക്ഷേപം ഏകദേശം 31,961 കോടി എന്ന ഒരു ഫിഗറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12% ഒരു വളർച്ചയാണ്. അപ്പോൾ മാർക്കറ്റിലുള്ള ഈ ഒരു വളറ്റിലിറ്റിയെ വകവെക്കാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ലോങ് ടേം വ്യൂവിൽ കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി അവരുടെ നിക്ഷേപം തുടരുന്നുവെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാറ്റഗറി വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിട്ടുള്ളത് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കാണ്, ഏകദേശം 7,767 കോടി. അത് കഴിഞ്ഞാൽ മിഡ് ക്യാപ് ഫണ്ടുകളിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻഫ്ലോ വന്നിട്ടുള്ളത്, 6,192 കോടി. എന്നാൽ അവിടെ
ലാർജ് ക്യാപ് ഫണ്ടുകളിൽ ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 1321 കോടിയുടെ ഒരു കുറവാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തം ഇൻഡസ്ട്രിയുടെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് നമ്മൾ കാണുന്നത് 85.59 ലക്ഷം കോടിയാണ്. ഇതൊരു റെക്കോർഡായിട്ടുള്ള ഒരു അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകൾ വകവെക്കാതെ സിപ്പ് വഴി ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അവിടെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക് കൂടുതൽ ഫണ്ട് ഒഴുകിയെത്തുന്നത് പൊതുവെ ഈ സെക്ടറിലുള്ള വാല്യുവേഷൻ ഉയരാൻ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ PE റേഷ്യോ ഇപ്പോൾ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ പ്രതീക്ഷിക്കുന്ന ആ ഒരു ബിസിനസ് ഗ്രോത്ത് നിലനിർത്തിയിട്ടില്ലെങ്കിൽ ഈ ഉയർന്ന വാല്യുവേഷൻ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് നല്ല ജാഗ്രത ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ പാലിക്കണമെന്നാണ് മാർക്കറ്റ് എക്സ്പേർട്ടുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും DIISനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അവരുടെ ആ ഒരു ലിക്വിഡിറ്റി വലിയ തോതിൽ വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിനെ വലിയ തോതിൽ ക്രാഷ് ആവാതെ പിടിച്ചു നിർത്താനും സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ നിഫ്റ്റി 50ൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റീബാലൻസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത കാണാം. നമുക്കറിയാം നിഫ്റ്റി 50 സെമി ആനുവലായിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും അത് റിവ്യൂ ചെയ്തുകൊണ്ട് ചില സ്റ്റോക്കുകളെ ഇൻഡെക്സിൽ നിന്ന് മാറ്റുകയും ചില സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 11 പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു റീജിക്ക് 2026 സെപ്റ്റംബർ 30 പ്രാബല്യത്തിൽ വരിക. ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം നിഫ്റ്റി 50ൽ നിന്നും വിപ്രോ പുറത്താവുകയും BSE ലിമിറ്റഡ് അകത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു മാറ്റമാണ് ഏറ്റവും കാര്യമായിട്ട് എടുത്തു പറയേണ്ട മാറ്റം. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് BSE ലിമിറ്റഡിനെ നിഫ്റ്റി 50ലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ കണക്കനുസരിച്ചിട്ട് BSEയുടെ ശരാശരി ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് 1,40,000 കോടി എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. എന്നാൽ വിപ്രോയുടേത് 55,930 മാത്രമാണ്. അപ്പോൾ അവിടെ നല്ലൊരു അന്തരം BSEയിലും വിപ്രോയിലും ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് BSE നിഫ്റ്റി 50ലേക്ക് കടന്നു വരും. അപ്പോൾ ഇവിടെ ഇത് കൂടാതെ നിഫ്റ്റി നെക്സ്റ്റ് 50ലും നിഫ്റ്റി 100ലും ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിഫ്റ്റി 100ൽ BSEയും വിപ്രോയും ഉണ്ടാവും. കൂടാതെ നിഫ്റ്റി നെക്സ്റ്റ് 50ലേക്ക് ഹിറ്റാച്ചി എനർജി ഇന്ത്യ, പോളിക്യാബ് ഇന്ത്യ, വേദാന്ത അലൂമിനിയം മെറ്റൽ, വോഡഫോൺ ഐഡിയ എന്നീ സ്റ്റോക്കുകൾ ഈ നെക്സ്റ്റ് 50ലേക്ക് വരികയാണ്. അപ്പോൾ നെക്സ്റ്റ് 50ൽ നിന്ന് പുറത്തു പോകുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, മാക്രോടെക് ഡെവലപ്പേഴ്സ്, REC ലിമിറ്റഡ്, ശ്രീ സിമെൻറ്റ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് പോലെയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ സെപ്റ്റംബർ 30 മുമ്പായിട്ട് ഈ നിഫ്റ്റി 50 ETFകളിലും അതുപോലെ തന്നെ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളിലും ഈ വിപ്രോയുടെ ഹോൾഡിംഗ് സ്വാഭാവികമായിട്ട് കുറയും. അവിടെ BSEയുടെ ഹോൾഡിംഗ് പുതുതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് വരും ആഴ്ചകളിൽ ഈ സ്റ്റോക്കുകളിൽ ഒരു വളറ്റിലിറ്റി സൃഷ്ടിക്കാൻ കാരണമാകും. ഇത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്പണായി കിടക്കുന്ന IPOകളുടെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രകടനം ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഈ IPOകൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഗുണകരമാകും എന്ന് നമുക്ക് പരിശോധിക്കാം. മൊത്തത്തിൽ 5 IPOകൾ കാണാം. അതിൽ 2 IPOകൾ ഓൾറെഡി ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. എന്നാൽ പുതിയ 3 IPOകൾ ഈ ആഴ്ച തന്നെ അപ്ലൈ ചെയ്യാവുന്ന വിധത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അതിലൊന്ന് മിൽക്കി മിസ്റ്റ് ഡയറി ഫുഡാണ്. അപ്പോൾ FMCGയിലുള്ള ഡയറി ഇൻഡസ്ട്രിയിൽ വരുന്ന സ്റ്റോക്കാണ് മിൽക്കി മിസ്റ്റ്. ഇപ്പോൾ ഇവരുടെ പനീർ, തൈര്, വെണ്ണ, ചീസ്, ഐസ്ക്രീം തുടങ്ങിയ വിവിധ ഇനം ഡയറി ഉൽപ്പന്നങ്ങൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ലീഡിംഗ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 15% എന്ന ലെവലാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ 15% എന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് ലിസ്റ്റിംഗ് ഗെയിൻ കാണിക്കുന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ പിന്തുണ വളരെ മോഡറേറ്റ് ആണ്, അല്ലെങ്കിൽ മിതമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു IPO ആയിട്ടുള്ള മോൾബിയോ ഡയഗ്നോസ്റ്റിക്സിൻ്റെ IPO, ഇത് ഹെൽത്ത് കെയർ മെഡിക്കൽ ഡിവൈസ് മേഖലയിലുള്ള ഒരു IPO ആണ്. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക്കും അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളും ടെസ്റ്റിംഗ് കിറ്റുകളും നിർമ്മിക്കുന്ന ഈ കമ്പനി അതിൻ്റെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ പരിശോധിച്ചാൽ 15% ഒരു ഗെയിൻ ഓൾറെഡി നേടിയതായിട്ട് കാണാം. കൂടാതെ 2.88 മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൂചനയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായ ഒരു ലിസ്റ്റിംഗ് ഗെയിന് ഈ IPOയിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു IPO ദൂത് ട്രാൻസ്മിഷൻസ് ആണ്. ഇതൊരു ഓട്ടോ കമ്പോണൻസുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. വാഹനങ്ങൾക്കുള്ള വെയറിംഗ് ഹാർനസ്, കേബിളുകൾ, സ്വിച്ചുകൾ, മറ്റു ഇലക്ട്രോണിക് അനുബന്ധ പാർട്സൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ നിലവിൽ 28% വമ്പിച്ച ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈ സ്റ്റോക്കിൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 3.58 എന്നുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ റേറ്റും കാണാൻ കഴിയും. അപ്പോൾ മികച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത കാണിക്കുന്ന ഒരു
IPO ആയിട്ടാണ് നമുക്ക് ദൂത് ട്രാൻസ്മിഷൻ്റെ IPO കാണാൻ കഴിയുന്നത്. അടുത്തൊരു IPO നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു IPO ആണ്. ഇത് ലീപ്പ് ഇന്ത്യയുടെ IPO ആണ്. അപ്പോൾ ഇത് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക് മേഖലയില്ല, ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ് ആ ഒരു സെക്ടറിൽ വരുന്ന IPO ആണിത്. ഇപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വുഡൺ പാക്കറ്റുകൾ, ഫോർക്ക് ലിഫ്റ്റുകൾ, കണ്ടെയ്നറുകൾ എന്നിവ വാടകയ്ക്ക് നൽകുകയും അത് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ ഒരു IPOയുടെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം 5.6 എന്നുള്ള വളരെ പുവറായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത മാത്രമാണ് കാണിക്കുന്നത്. ഇനി അവസാനമായിട്ട് ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സിൻ്റെ IPO ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഈ ഒരു കമ്പനിയുടെ ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഇപ്പോൾ 12% എന്ന ലെവലാണ് കാണുന്നത്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ റേറ്റ് വളരെ മികച്ചതാണ്, 37.8 എന്ന ലെവലിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള ഒരു IPO ആയിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഡാറ്റയും അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സും പരിശോധിച്ചാൽ ദൂത് ട്രാൻസ്മിഷനാണ് ലിസ്റ്റിംഗ് ഗെയിനിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ സാധ്യത. അതുപോലെ മോൾബിയോ ഡയഗ്നോസ്റ്റിക്സും ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സും ഒരു സേഫായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത നൽകുന്ന IPOകളാണ്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ 24,400, 24,420 എന്ന റേഞ്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇത് തകർന്നാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 24,300 ലെവലിലേക്കൊക്കെ നിഫ്റ്റി പോയേക്കാം. പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റിയിൽ കാണുന്ന 24,550, 24,600 ലെവലുകളിലാണ്. അവിടെയാണ് ശക്തമായ റെസിസ്റ്റൻസ് ലെവൽ ഉള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ വില 90-ന് താഴെ നിൽക്കേണ്ടത് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ഇനിയുള്ള പ്രകടനത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ഉള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.